എല്ലാവർക്കും ചിവി ലുക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനകത്തുള്ള പെയിന്റിങ്ങിനെ കുറിച്ചാണ്. വീട് പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വീട് പെയിന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ പണിക്കാർക്ക് എത്ര കൂലി വരും, അതുപോലെ കരാറ് നൽകുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് സിമെന്റ് അടിച്ച എൻ്റെ വീടിന്റെ ഉൾക്കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് സിമെന്റ് അടിക്കുന്നതിന് മുന്നേ നമ്മുടെ വീടിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ ജനൽ കമ്പി, അതുപോലെ വാതിൽ കട്ടില, അതുപോലെ ജനൽ കട്ടില, ഇവയെല്ലാം നമ്മൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പടവിന്റെ സമയത്തും അതുപോലെ നമ്മളെ വാർപ്പിന്റെ സമയത്ത്, അതുപോലെ തേപ്പിന്റെ സമയത്ത്, ഈ സമയത്തെല്ലാം ജനൽ കമ്പികളിലും അതുപോലെ വാതിൽ കട്ടിലകളിലും എല്ലാം സിമെന്റിന്റെ കച്ചറകൾ പറ്റിപ്പിടിച്ചിരിക്കും. ഇവര് തേക്കുന്ന സമയത്തൊക്കെ കുറെ സിമെന്റും മണ്ണും എല്ലാം അതിലോട്ട് തെറിക്കും. നമ്മൾ ആ സമയത്ത് തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് നമ്മൾ പെയിന്റ് അടിക്കുന്ന സമയത്തായിരിക്കും ഇത് നോക്കുക. അപ്പൊ ഈ ജനൽ കമ്പികളിലുള്ള സിമെന്റ് എല്ലാം നല്ല കട്ട പിടിച്ച് കിടക്കും. അപ്പൊ ഇത് ക്ലീൻ ആക്കാൻ തന്നെ നമ്മൾ 2 പണിക്കാരെ വിളിക്കേണ്ടി വരും. അത് 2 ദിവസത്തോളം വരും. ഒരു വീടിനുള്ള മൊത്തം ജനലും വാതിലൊക്കെ ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്ക് 2 ദിവസം വരും. അപ്പൊ നമ്മൾ ഇത് ഈ പണി തുടങ്ങുന്ന സമയത്ത്, അതുപോലെ ഇത് മാവുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പെയിന്റിങ് സമയത്ത് ഇതില് ജസ്റ്റ് പെയിന്റ് അടിക്കുക മാത്രമുള്ള പണിയേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസയും അതുപോലെ തന്നെ പെയിന്റ് ആണെന്നുണ്ടെങ്കിലും ലാഭമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ സിമെന്റ് ഇളക്കി കളയുന്ന സമയത്ത് സിമെന്റും കട്ടിലയാണെന്നുണ്ടെങ്കിൽ അവിടെ വക്കുമൂലെല്ലാം പോവും. പിന്നെ നമ്മളത് ജസ്റ്റ് പുട്ടി ഇടേണ്ടി വരും. അപ്പൊ നമ്മൾ അതിന് വേണ്ടി പുട്ടിയെല്ലാം മേടിക്കേണ്ടി വരും. അപ്പൊ ഇത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ജനൽ കട്ടിലകളെല്ലാം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അതിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് റാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിലോട്ട് കച്ചറകളൊന്നും ആവില്ല. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. പണ്ടെല്ലാം നമ്മുടെ വീടിന് വൈറ്റ് സിമെന്റ് അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് വീട് മൊത്തം നനയ്ക്കും, എന്നിട്ടാണ് വൈറ്റ് സിമെന്റ് അടിക്കുക. എന്നാൽ ഇപ്പൊ മാർക്കറ്റില് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ട്, സൂര്യ പ്ലസ് എന്നാണ് പേര്. ഇതിന് കുറച്ച് വെള്ളം നനച്ചാൽ മതി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ നമ്മള് കട്ട പിടിക്കില്ല. ഇപ്പൊ ഇന്ന് കുറെ കലക്കി വെച്ചു, നാളത്തേക്കും ഇത് കട്ട പിടിക്കില്ല. ഏകദേശം ഒരു പ്രൈമർ ടച്ച് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ സൂര്യ പ്ലസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ എൻ്റെ വീട് മൊത്തം ഇതുകൊണ്ടാണ് അടിച്ചത്. അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല വൈറ്റ് ഉണ്ടായിരുന്നു വീടിന്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള പുതിയ സാധനങ്ങൾ പരീക്ഷിക്കാൻ താല്പര്യമുള്ളവര് പരീക്ഷിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് വൈറ്റ് സിമെന്റ് തന്നെ മേടിച്ചിട്ട് അടിക്കുക. ഇനി നിങ്ങളോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മൾ ഇതുപോലെ വീടിന് പെയിന്റ് അടി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് നമ്മൾ ഹൗസ് വാമിങ്ങിന് ഡേറ്റ് എല്ലാം വെക്കും. അതുകൊണ്ട് നമുക്ക് നഷ്ടമേ ഉള്ളൂ. കാരണം നമ്മൾ ഡേറ്റ് എടുക്കും തോറും നമുക്ക് ടെൻഷൻ കൂടും. അതുപോലെ നമ്മൾ ഓരോ സാധനം മേടിക്കുമ്പോൾ വില നോക്കില്ല. നമുക്ക് ഇന്ന ഡേറ്റിന് ഇതിന്റെ പെയിന്റിങ് എല്ലാം തീരണം എന്നുള്ളത് കൊണ്ട് നമ്മൾ വില നോക്കാതെ കടകളിൽ നിന്ന് സാധനം മേടിക്കും. അത് നമുക്ക് ഒരു പരിധി വരെ നഷ്ടമാണ്. നിങ്ങൾ ഈ പെയിന്റിങ് എല്ലാം കഴിഞ്ഞ് വീടിന്റെ മൊത്തം പണിയും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഹൗസ് വാമിങ്ങിന് ഡേറ്റ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിച്ച പൈസയിൽ നിങ്ങൾക്ക് വീട് പണി തീർന്നു കിട്ടും. അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്നല്ല, പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. പെയിന്റ് എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെയിന്റിങ്ങിന് പെയിന്റ് ഒഴിച്ച് ബാക്കി കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കണം. ബ്രഷ് ആണെന്നുണ്ടെങ്കിലും റോളർ പിന്നെ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പുട്ടി ബ്ലേഡ്, ഇതെല്ലാം നമ്മൾ മേടിക്കണം. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പെയിന്റിങ് കടയിൽ നിന്ന് മേടിക്കാതെ തൊട്ടടുത്തുള്ള ഹാർഡ്വെയറിൽ പോയിട്ട് മേടിക്കുക. അപ്പൊ അതൊരു പരിധിവരെ നമുക്ക് ലാഭമായിരിക്കും. പെയിന്റിങ് കടയിലുള്ളതിനേക്കാൾ വില കുറവായിരിക്കും ഹാർഡ്വെയറിൽ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ പെയിന്റിങ് കരാറാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവരുടെ കൂലിക്ക് പുറമെ ഒരു നിശ്ചിത ലാഭം കൂടി എടുക്കും. നമ്മൾ കരാറായി പണി കൊടുക്കുകയാണെങ്കിൽ. എന്നാൽ നിങ്ങൾ കൂലിക്ക് ആളെ വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ ഒരു 4 ആൾക്കാര്, അതിൽ കൂടുതൽ ആൾക്കാരെ വിളിക്കരുത്. ആള് കൂടിയാ പാമ്പ് ചാവൂല, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 4 ആൾക്കാര്, നല്ല പണിക്കാരായ 4 ആൾക്കാരെ വിളിക്കുക. എന്നും പണിക്ക് വരുന്ന ആൾക്കാർ കൂടി ആവണം കേട്ടോ. അല്ലാതെ ഒരു ദിവസം വന്ന് പിറ്റേ ദിവസം ലീവ് ആക്കുന്ന അങ്ങനത്തെ പണിക്കാരെ വിളിക്കരുത്. അങ്ങനത്തെ പണിക്കാരെ വിളിച്ച് കൂലി കൊടുത്തിട്ട് ഒരാൾ നോക്കാനും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉഷാറായിരിക്കും. പിന്നെ കൂലി എല്ലാം പെയിന്റിങ്ങിന് എല്ലാ നാട്ടിലും ഏകദേശം ഒരേ റേറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ജനൽ കട്ടിലകളെല്ലാം മേടിക്കുമ്പോൾ തന്നെ അതിൽ ഓൾറെഡി ഒരു പെയിന്റ് ഉണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഹാർഡ്വെയറിൽ പോയിട്ട് അപ്പോക്സി ഉണ്ട്, നമുക്ക്
ഗ്രേ കളറിലും അതുപോലെ ബ്ലാക്ക് കളറിലും അപ്പോക്സി ലഭ്യമാണ്. അപ്പൊ അത് ജനൽ കട്ടിലേലും വാതിൽ കട്ടിലേലും സിമെന്റിൻ്റെതാണെങ്കിലും അതുപോലെ ഇരുമ്പിൻ്റെതാണെങ്കിലും ഒരു കോട്ട് അടിക്കുന്നത് നല്ലതാണ്. ഇനി ടൈലിട്ടൊരു വീട്ടിലാണ് നമ്മൾ ചുമരുകളെല്ലാം പെയിന്റ് അടിക്കുന്നതെങ്കിൽ നിർബന്ധമായും ടൈലിന്റെ പുറത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇടണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പെയിന്റ് അടിക്കുന്ന സമയത്ത് പെയിന്റ് എല്ലാം ടൈലിലോട്ട് ആവുകയും പിന്നെ ഇത് ചിരണ്ടി കളയാന് നമ്മൾ രണ്ടാളെ വിളിക്കേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ഇവര് ഒരു ഉച്ചവരെയൊക്കെ പണി എടുത്തിട്ട് പിന്നെ ഇത് ചിരണ്ടി കളയാൻ തന്നെ ഇവര് നിൽക്കും. പിന്നെ നമ്മളിട്ട ടൈലിന്റെ ഭംഗിയും പോവും. അതുപോലെ നമ്മൾ പൊടി ഇട്ടിട്ടാണ് ടൈല് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടിയിലെല്ലാം പെയിന്റ് ആവുകയും അതുപോലെ ചളിയാവുകയും ഒക്കെ ചെയ്യും. അപ്പൊ നിങ്ങളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് അടിയിൽ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളെ സ്വിച്ച് ബോർഡിന്റെ മുകളിൽ അതുപോലെ ലൈറ്റിന്റെ ഹോൾഡറിന്റെ മുകളിലെല്ലാം ഒരു പേപ്പർ വെച്ചിട്ട് മറക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിന്റ് ഒന്നും അതിന്റെ പുറത്താവില്ല. അങ്ങനെ മറക്കുന്നത് കൊണ്ട് ഉപകാരം എന്ന് പറയുന്നത് സ്വിച്ച് ബോർഡ് ഒന്നും വൃത്തികേടാവില്ല പെയിന്റ് ആയിട്ട്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കുക.